ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ കാപ്പിലാണ് കേട്ടോ. നമ്മളിത് എവിടുക്കാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ കുളം കാണാൻ പോവാണ് കേട്ടോ, വെള്ളക്കുളം. ഞാനൊക്കെ പിന്നെ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ആ ഭാഗത്തേക്ക് പോയിട്ടേ ഇല്ല കേട്ടോ. പൊതുവേ നമ്മൾ തറവാട്ടിൽ കാപ്പിലായിരുന്നത് നമ്മൾ എന്നും പോകുന്നൊരു സ്ഥലമായിരുന്നു. നമ്മൾ കുളിക്കാൻ പോകുന്നത് അവിടേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളെ മക്കൾക്കൊക്കെ ആ കുളം ഒന്ന് കാണിച്ചു കൊടുക്കാനായിട്ട് പോവാണ് കേട്ടോ. ഇപ്പോൾ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ കുളത്തിലേക്ക് ഇറങ്ങി പോകുന്ന ഭാഗമാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല കോൺക്രീറ്റ് ഒക്കെ ഇട്ടിട്ട് അടിപൊളി സെറ്റായിട്ടുണ്ട് കേട്ടോ. ഞങ്ങളൊക്കെ അന്ന് ഇറങ്ങിപ്പോയിരുന്ന സമയത്ത് വെറും കല്ലിടുമ്പ് എന്നൊക്കെ പറയട്ടെ ഞങ്ങളവിടെ, അങ്ങനെയുള്ളൊരു സംഭവമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതാ നമ്മൾ കുളത്തിൻ്റെ അവിടെ എത്തി. ഇപ്പോൾ കുളമൊക്കെ നല്ല ഫുള്ള് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഇപ്പോൾ ഇങ്ങനെ സിമെൻ്റൊക്കെ ഇട്ടുങ്ങാണ്ട് സെറ്റാക്കിയിട്ടുണ്ട്. കുളമൊക്കെ ഇപ്പോൾ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാതെ ഫുൾ സെറ്റാണ് കേട്ടോ. ഓപ്പൺ ജിമ്മും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല സെറ്റായിട്ട് നമ്മളെ കുളം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടേക്ക് കാക്കൂറ്റൊക്കെ ഇപ്പോൾ അധികം ഞായറാഴ്ചയും കുളിക്കാനൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരും കേട്ടോ. നമ്മൾ പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് പിന്നെ ഈ ഭാഗത്തേക്ക് വന്നിട്ടേ ഇല്ല കേട്ടോ. കുളം ഇങ്ങനെ ശരിയാക്കിയിട്ടൊക്കെ കുറേ ആയിട്ടോ. ഈ ഭാഗത്തായിട്ടൊരു കിണറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അപ്പുറത്ത് ഈ ഒരു പാലം വെച്ചിട്ടുണ്ടല്ലോ, അവിടെയെന്ന് പറയുകയാണെങ്കിൽ അവിടെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ മാറ്റിയിരുന്ന മറപ്പുര ഉണ്ടായിരുന്നത്. അപ്പോൾ അതും കുഞ്ഞുട്ടിയൊക്കെ വെള്ളത്തിൽ ഇറങ്ങിയിട്ടോല് നീന്താനൊക്കെ ആയിട്ട്. ഇനി ഞങ്ങൾ പോകുന്നൊരു ദിവസം എന്തായാലും കുളത്തേക്ക് നീന്താൻ പോവാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ മിന്നുവിനോടൊക്കെ. മിന്നുവിനൊന്നും പക്ഷേ നീന്തൊക്കെ അറിയില്ല കേട്ടോ. ഞങ്ങളൊക്കെ എന്ന് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 3 വയസ്സായപ്പോഴത്തേക്കിന് ഞങ്ങൾ നീന്തക്കം പഠിച്ചിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ നമുക്ക് ഇത്ര വലിയ ഇതൊന്നുമില്ല. നമ്മൾ നേരം വെളുത്ത് എന്നറിയണ മാതിരി കുളിക്കാൻ വരിക ഇങ്ങോട്ടാണില്ലേ. അപ്പോൾ പിന്നെ നമുക്ക് അതൊന്നും ഒരു ഇതില്ല കേട്ടോ. പക്ഷെ നമ്മളൊക്കെ പഠിച്ചിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഉമ്മാൻ്റെ മാക്സിമം ഒന്നും അല്ല കേട്ടോ. ഞങ്ങളവിടെ ഉള്ള താത്താൻ്റെ മാക്സിമൊക്കെ പിടിച്ചിട്ട് അങ്ങനെ നീന്തക്കം പഠിച്ച് അങ്ങനെ ഞങ്ങൾ ഈ ഒരു കടവന്ന് അപ്പുറത്തെ കഥ കാണുന്ന അവിടം വരെ നീന്തി പോവായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു കുളം എന്ന് പറഞ്ഞാൽ 3 ഭാഗമായിട്ടായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ കുട്ടികൾ പറയണതാട്ടോ. അപ്പോൾ ഇത് പെണ്ണുങ്ങളെ കുളിക്കണ ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ആദ്യം കുഞ്ഞുട്ടിയൊക്കെ നല്ല ചാട്ടമൊക്കെ ചാടുന്നുണ്ട്. ഇതേമാതിരിയൊക്കെ ഞങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഒരു 3-4-5 കുട്ടികളുണ്ടാവും സ്കൂൾ വിട്ടാലും ഒക്കെ കുളിക്കാൻ പോരുന്നത് കേട്ടോ. ഇപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ അന്നത്തെ കാലം എന്ന് പറയുകയാണെങ്കിൽ. ഇപ്പോൾ നമ്മൾ കുളത്തിലൊന്നും കുളിക്കൂലേ, നമുക്കിവിടെ കുളമൊന്നും ഇല്ല കേട്ടോ പൊതുവെ പറയുകയാണെങ്കിൽ. ഇങ്ങനെയൊക്കെ കുളത്തേക്കൊക്കെ പോയി കുളിക്കണം ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ അത് വേറൊരു വൈബാണ്. ഇപ്പോൾ കുട്ടികൾക്ക് ഇല്ലാത്തതും നീന്തൊക്കെ അറിയാത്തതൊക്കെ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ അതാണ് കേട്ടോ. മിന്നുവിനൊന്നും ഇപ്പോൾ നീന്തക്കം തന്നെ അറിയില്ല കേട്ടോ. അതിനൊക്കെ അമ്മ അങ്ങനെ പറയും എന്നോട് കൊണ്ടുപോയി പഠിപ്പിക്കാനൊക്കെ, നമ്മളെവിടേക്ക് പോകാനല്ലേ. അപ്പോൾ ഇവരിവിടെ നീന്തി കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കുളമൊക്കെ ഒന്ന് കണ്ടു പോരാം. അവിടെ ആ ഭാഗത്ത് കൂടെ ഒക്കെ പോയിട്ട് കാണാം കേട്ടോ. എങ്ങനെ നോക്കാം. ശരി ഞങ്ങൾ അത് കൊഞ്ഞിട്ട് ഞങ്ങൾ അതിലൊക്കെ ചുറ്റടിച്ചു പോരുക. ഒരു പച്ച കളർ വെള്ളം അല്ലേ അമ്മ? കേട്ടോ അതുതാ അവിടെ എത്താനായിട്ടോ. അവൻ്റെ ഡ്രസ്സൊക്കെ എടുത്തില്ലേ? മിറിച്ചു ഓലൊക്കെ കേട്ടോ. അത് ഇപ്പോൾ നമ്മൾ വന്നിറങ്ങിയ കടവുണ്ടല്ലോ, അത് നമ്മൾ പെണ്ണുങ്ങൾ കുളിച്ചതായിരുന്നു കേട്ടോ. ഇവിടെ ഞങ്ങളെ പാറയ്ക്കെന്ന് പറയുന്നു കേട്ടോ. ആദ്യം ആ പാറ ഉള്ള സ്ഥലമാണ്. അവിടുന്ന് ഇങ്ങോട്ട് നീന്തി വരും ഇങ്ങോട്ട് പാറമ്പക്ക്. പിന്നെ അവിടെ ഒരു സ്പോട്ട്, അതാദ്യം നമ്മൾ പൈക്കളൊക്കെ കുളിപ്പിക്കുന്നുണ്ടാ. പിന്നെ ആണുങ്ങൾ കുളിച്ചിട ഭാഗം. നമ്മളെ പാറ ഇവിടെ ആയിരുന്നു. ഇവിടെ അതും അവിടെ കയറി. ഇവിടെ സെറ്റപ്പും കാര്യം വിച്ചുട്ടിയതാ. ഞങ്ങളെ കുടുമണിതാ അല്ലേ, ഡുഡുമണിയെ.
എക്സസൈസാ സിക്സ് പാക്ക് നമുക്ക് നോക്കാം. അതോൾ തിരിച്ചാലേ തിരിയുള്ളൂ. അങ്ങനെ നമ്മുടെ മക്കൾക്ക് നമ്മൾ പോന്നിട്ടുണ്ടായിരുന്ന കുളിക്കടവൊക്കെ കാട്ടിയിട്ട് കൊടുത്തിട്ട് നമ്മൾ അങ്ങനെ നേരെ വീട്ടിലേക്ക് തിരിക്കാനുള്ള സമയമായിട്ടോ, ഏകദേശം ബാങ്ക് കൊടുക്കാനായിട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് തിരിക്കുകയാണ്. അപ്പോൾ ഇതാ ചെറിയൊരു ചാറ്റൽ മഴയും പെയ്തപ്പോൾ പിന്നെ നമ്മൾ പെട്ടെന്ന് പോവാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അവിടുന്ന് പോരുകയാണ് കേട്ടോ. അങ്ങനെ ഒരു പകുതി വഴി എത്തിയപ്പോൾ മഴ ചാറിയിട്ടോ. ഞാനും കുഞ്ഞവിടെ ക്യാൻറ്റീൻ്റെ അവിടെ കയറി, എന്നിട്ട് അവിടെ അടുത്തൊരു വീട്ടിലും കയറിയിട്ട് അങ്ങനെയൊക്കെ മഴ ഒന്ന് ഒതുങ്ങിയതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചിട്ടോ. അപ്പോൾ ഇതൊക്കെ വിശേഷം ഇത്രയേ ഉള്ളൂ.